ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ പുണ്യമെന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ക്രിസ്തുയേശുവിൻ്റെ നോമ്പിനെക്കുറിച്ച് ഒരു കുറിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വചനത്തിൽ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോമ്പിൻ്റെ നാളുകളിൽ തീർച്ചയായിട്ടും ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്. മരുഭൂമിയിലേക്ക് ആത്മാവ് അവനെ നയിച്ചെന്നാണ് പറയുക. സ്വന്തം ഇഷ്ടത്തിൽ എന്നതിനേക്കാൾ അപ്പുറത്ത് നയിക്കപ്പെടുകയാണ്. മരുഭൂമിയിലേക്ക് ആത്മാവ് അവനെ നയിച്ചു. അവിടെ 40 പകലും 40 രാവും സാത്താൻ അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. കുറച്ചൊക്കെ ഒരു അത്ഭുതം തോന്നും, അതിശയം തോന്നും. ദൈവപുത്രനെ, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി രൂപപ്പെട്ട് അവതരിച്ച ആൾ, അങ്ങനെ മനുഷ്യപുത്രനെ ഈ 40 രാവും 40 പകലും സാത്താൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു, പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. അതൊരു നിസ്സാര സംഗതിയല്ല. വീണ്ടും മർക്കോസ് സുവിശേഷകൻ പറയുന്നുണ്ട്, വന്യമൃഗങ്ങളോടൊപ്പമായിരുന്നു അവൻ. അതെന്താണാവോ? വീണ്ടും പറയുന്നു, മാലാഖമാർ അവനെ ശുശ്രൂഷിച്ചു വന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഉള്ളിലുള്ള മുഴുവൻ മൃഗീയ വാസനകളെയും ഒന്ന് ദൈവിക വാസനകളാക്കി മാറ്റാനുള്ള ഒരു പരിവർത്തനത്തിൻ്റെ കാലമാണ് സത്യത്തിൽ ഒരു വലിയ നോമ്പുകാലം, ഒരു നോമ്പുകാലം. എന്തുമാത്രം മൃഗീയ വാസനകളുണ്ട്, അവയെല്ലാം ഒന്ന് മെരുക്കിയെടുക്കാനായിട്ട്, ഒതുക്കിയെടുക്കാനായിട്ട് ഒരവസരം ദൈവം തന്നെ ഒരുക്കി തരികയാണ്. കുറച്ച് ഹോംവർക്ക് ചെയ്തേ മതിയാവും. കുറച്ചൊന്നുമല്ല, ചെയ്തു തുടങ്ങുമ്പോൾ അറിയാം അത്ര എളുപ്പമല്ല. പഴയ നിയമത്തിൽ പ്രവാചകനായ ദാനിയേലിനെ ഒന്ന് ഓർക്കുന്നല്ലതാണ്. ദാനിയേൽ നോറ്റ നോമ്പിനെക്കുറിച്ച് പറയുമ്പം ശരിക്കും മെരുങ്ങിയതാരാന്നറിയോ? സിംഹരാജനായ, അല്ലെങ്കിൽ മൃഗരാജാവായ സിംഹമാണ്. സിംഹത്തെപ്പോലും മെരുക്കാനും ഒതുക്കാനും ദാനിയേലിന് നോമ്പിന് സാധിച്ചെന്നാണ് പറയുക. ഒട്ടും നിസ്സാരമല്ല, എന്നാലും കാര്യമായി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം ക്രിസ്തുയേശുവിന് പോലും ഒരു വേറിട്ട മരുഭൂമി ദിനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം എല്ലാത്തിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഞാനും നിങ്ങൾക്കൊന്ന് മാറണ്ടേ? ഇത്രത്തോളം തിരക്കിനിടയിൽ നമ്മളിങ്ങനെ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തി ഇല്ലാതാക്കി ജീവിക്കുന്നതിനിടയിൽ നമ്മളെ ഒന്ന് വീണ്ടെടുക്കാനായിട്ട് ഒരു റീചാർജിങ്ങിനുള്ളൊരു വേള കൂടിയാണ് നോമ്പുകാലം. എല്ലാത്തിൽ നിന്നൊന്ന് മാറി ക്രിസ്തുയേശു വലിയ ചില ശുശ്രൂഷകൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതാണ്ടൊരു 3 വർഷക്കാലത്ത്. അതിനുവേണ്ടിയുള്ള ഒരുക്കം കൂടി ആവാം ഈ മരുഭൂമിയിലെ വേറിട്ട 40 ദിവസം. ആ 40 പകലും 40 രാവും സാത്താൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ ക്രിസ്തുയേശുവിനെ പോലും സാത്താൻ വെറുതെ വിട്ടില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എന്തുമാത്രം വീഴാനായിട്ട്, എന്തുമാത്രം ഉലഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിനെതിരെ എന്തുമാത്രം ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം. നിതാന്ത ജാഗ്രത പുലർത്താനുള്ള ഒരു ശേഷി ഓരോരുത്തരും പരിശീലിച്ചെടുക്കേണ്ട ഒരു സന്ദർഭവും സമയം കൂടിയാണ് നോമ്പുകാലം. സദാസമയവും ഒരു ജാഗ്രതയിലായിരിക്കും. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് നോമ്പ് നമ്മളെ പാകപ്പെടുത്തുന്നത്. അതിലേക്കാണ് നോമ്പ് നമ്മളെ ക്ഷണിക്കുന്നത്. അങ്ങനെ ഈ വലിയ നോമ്പിൻ്റെ ഓരോ ദിനങ്ങളും ക്രിസ്തുയേശുവിനോടൊപ്പം, യേശുവിൻ്റെ സുവിശേഷത്തോടൊപ്പം സഞ്ചരിപ്പാനായിട്ട് ഏതൊരാൾക്കും സാധിക്കട്ടെ. ജീവനുള്ള പരിശുദ്ധ ആത്മാവ് ഏതൊരാളെയും അതിന് പാകപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ.